അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞങ്ങളിത് ആരും അറിയാണ്ട് എവിടേക്കോ പോയി കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് പൊതുസമൂഹത്തിലോട്ട് എത്തുമ്പോൾ പല കുട്ടികളും എനിക്കും ഇത്തരത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. മറ്റുള്ളവർ എവിടെ പോയി കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, തീർത്തും പേഴ്സണൽ കാര്യങ്ങളാണ്. എവിടെയെങ്കിലും പോയി കല്യാണം കഴിക്കുന്നത്, ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്നത്, അതേപോലെ എന്താ പറയുക, നിക്കാഹോ കല്യാണം ഒന്നുമില്ലാതെ ജീവിക്കുന്നത്, അതേപോലെ പ്രായത്തിൽ കുറഞ്ഞ ആളുകളെ കല്യാണം കഴിച്ച് ജീവിക്കുന്നത്, അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാനല്ല ഞാനിവിടെ വന്നിട്ടുള്ളത്. പലപ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പോകുന്നൊരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ഒപ്പീനിയനും ഇല്ല. കാരണം അത് ആ കുട്ടിയുടെ ജീവിതമാണ്. അവരാരെ കൂടെ ജീവിക്കണം, എത്ര വയസ്സ് ഗ്യാപ്പിലുള്ള ആളെ കൂടെ ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ്. അതിലൊന്നും ഞാൻ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, അതൊക്കെ അവരുടെ ജീവിതമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞങ്ങൾ ആരും അറിയാതെ, ഞങ്ങളുടെ 2 മഹൽ അറിയാതെ കല്യാണം, അല്ലെങ്കിൽ 2 മഹലിലോട്ടൊരു കോൺടാക്റ്റ് ഇല്ലാതെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് എനിക്ക് കൺവേ ആയത്. എനിക്ക് കൺവേ ആയ പോലെ തന്നെ കുറേ ആൾക്കാർക്ക് കൺവേ ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ അറിവ് പരിമിതമായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇത്തരത്തിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന എന്നിട്ട് വേറെ ആരും അറിയാതെ കല്യാണം കഴിക്കാൻ, നിക്കാഹ് കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ കാര്യമാണ് പറയുന്നത്. ലീഗലി നിങ്ങൾക്ക് രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ദീനിൻ്റെ സപ്പോർട്ട് ആവശ്യമില്ല എന്ന് കരുതുന്ന ആൾക്കാരെ കാര്യമില്ല കേട്ടോ. അള്ളാൻ്റെ അനുഗ്രഹത്തോടു കൂടെ അള്ള പറഞ്ഞ മാർഗത്തിൽ നിക്കാഹ് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മക്കൾക്കാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. അപ്പൊ കുട്ടികളെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് ആരെങ്കിലും നിക്കാഹ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉള്ള എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും ഞാനൊരു പള്ളിക്കല ഖത്തീബിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് തരാനുള്ള മറുപടി കേട്ടോ. കാരണം എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരാനായിട്ട് എനിക്ക് അറിയില്ല. അപ്പൊ ആദ്യം നമുക്ക് ആ ഖത്തീബ് പറയുന്ന, ഞാൻ മുഴുവൻ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും ആളോട് ചോദിച്ചിട്ടുണ്ട്. ആളെ എനിക്കത് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. കാരണം ആളും ഈ പറയുന്ന നിക്കാഹിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അതിന്റെ ദീൻ പഠിച്ചുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളൊരു സംശയം ചോദിക്കുന്ന സമയത്ത് സ്നേഹപൂർവ്വം അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഷംസീർ ഉസ്താദാണ്, മലപ്പുറം. പള്ളിയിലെ പേര് ഞാൻ മറന്നുപോയി. ആ പള്ളിയിലെ ഖത്തീബാണ്. ഇൻഷാല്ലാ ഞാൻ താഴെ കമന്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കട്ടെ ഏത് പള്ളിയിലെ ഖത്തീബാണെന്നുള്ളത്. അപ്പൊ ആളുടെ അടുത്താണ് ഞാൻ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആള് നമ്മുടെ സൈക്കോളജി പഠിപ്പിക്കുന്ന സെഷനിൽ എടുക്കുന്നതിൻ്റെ അവിടെ എനിക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് ആ സാറുടെ കെയർ ഓഫിലുള്ള സ്ഥാപനത്തിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുള്ളിയോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് എൻ്റെ ഡൗട്ടിനെല്ലാം ആൾ എനിക്ക് ക്ലിയർ ആയിട്ട് ഭയങ്കര ക്ലിയർ ആയിട്ട് എനിക്ക് ഉത്തരം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്നിട്ടും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ട് ഞാൻ ഇൻസിസ്റ്റ് ചെയ്ത് ആളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മിക്കവാറും കാര്യങ്ങൾ ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം വോയിസ് കേൾക്കാം. ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. മാറ്റർ പറഞ്ഞുതരാം. അതായത് അപ്പോൾ നമ്മളൊരു കുട്ടി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓള് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. എനിക്കിതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. നമ്മുടെ അറിവ് പരിമിതമായതുകൊണ്ടാണ് ഒരു ഖത്തീബായിട്ടുള്ള ഇങ്ങനെ തന്നെ വിളിച്ചത്. ഓക്കെ, കാര്യം ഇതാണ്. ഇപ്പോൾ ഈ കുട്ടി 18 വയസ്സായിട്ടുണ്ട് മോൾക്ക്. അതേപോലെ തന്നെ അവള് പ്രണയിക്കുന്ന പയ്യനാണ്, മേജറാണ്. അപ്പോൾ അയാളെ കല്യാണം കഴിക്കണം. അപ്പോൾ വീട്ടുകാരുടെ സമ്മതം വീട്ടുകാരറിയാൻ പാടില്ല. അതേപോലെ ഇവർ താമസിക്കുന്ന പള്ളി കമ്മിറ്റിക്കാർ ഇത് അറിയാതിരുന്നാൽ നല്ലത്. ഇനി അവർ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, 2 പള്ളി കമ്മിറ്റിയിലും അറിയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർക്ക് പുറത്തു പോയി കല്യാണം കഴിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊക്കെ നിക്കാഹ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പള്ളിയിൽ നിന്ന് ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. അതുപോലെയുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കുമോ? പിന്നെ വീട്ടുകാർ അറിയരുത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ വലിയൻ്റെ സ്ഥാനത്ത് ഉപ്പയോ അല്ലെങ്കിൽ ഏളാപ്പയോ ആങ്ങളമാരോ ആരും തന്നെ നിൽക്കാനുണ്ടാവില്ല. അപ്പോൾ ഒരു ഖത്തീബിന് തനിച്ച് ഈ പറയുന്ന തരത്തിൽ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ടോ? പിന്നെ ഇപ്പം നമ്മളുടെ ഈ പള്ളിയിൽ നിന്ന് മാരേജ് കഴിക്കുന്നതുകൊണ്ട് തന്നെ, അപ്പോൾ പള്ളിയിൽ നിന്ന് നമ്മൾ നിക്കാഹ് കഴിക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മളൊക്കെ പള്ളി കമ്മിറ്റിക്കാരെയാണല്ലോ ആദ്യം ബന്ധപ്പെടുക. അപ്പോൾ ഇവർ പുറത്തുനിന്ന് നിക്കാഹ് കഴിയുന്ന സമയത്ത് പള്ളി കമ്മിറ്റിയിൽ അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടുമോ? അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? നിക്കാഹ് എന്ന് പറയുന്നത് 18 വയസ്സ് പൂർത്തിയായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അവിടെ അവകാശമുള്ളത് വലിയ മീൻസ് ബാപ്പ. അപ്പൊ ബാപ്പ ഇല്ലെങ്കിൽ വാപ്പയാണ് ഇവർക്ക്. വാപ്പ നിലവിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ, വാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ വാപ്പ തന്നെ നിക്കാഹ് ചെയ്തോളണം, നിക്കാഹ് ചെയ്തു കൊടുക്കണം. വാപ്പ ഇല്ലാത്ത ഒരു കുട്ടിയാണ്, വാപ്പ ഇല്ലാത്ത മീൻസ് വാപ്പ ഹയാത്തിലില്ലാത്ത, ജീവനോടില്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ അവിടെ നെക്സ്റ്റ് ഏളാപ്പ ആങ്ങളമാര് വരുന്നുണ്ട്. ആങ്ങള കുട്ടിയുടെ ഇവര് ജീവനോടെ ഉണ്ടെങ്കിൽ അവര് തന്നെ ചെയ്യണം എന്നുണ്ടോ? അപ്പൊ നേരത്തെ വാപ്പാടെ കാര്യം പറഞ്ഞ പോലെ അവര് തന്നെ ചെയ്യണം. പറഞ്ഞുതരാം. ശരിക്ക് ബ്രദറ്, പിന്നെ എളാപ്പ, വാപ്പയുടെ സ്ഥാനത്തിരുന്ന് വാപ്പയുടെ അനിയന് അല്ലെങ്കിൽ മുത്താപ്പ അതാവട്ടെ, പിന്നെ നെക്സ്റ്റ്
ബ്രദർ, ഇവർക്കാണ് പിന്നെ നെക്സ്റ്റ് അധികാരങ്ങൾ വരുന്നത് അവിടെ. ഉം, അപ്പൊ വാപ്പ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, വാപ്പ ജീവൻ ഹയാത്തിൽ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. ഉം, ഇനി ഈ വാപ്പ ദുബൈയിലാണുള്ളത്, ഉം, ഇവിടെ നാട്ടിലാണ്, പെട്ടെന്ന് എനിക്ക് കഴിക്കണം, വാപ്പക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഉം, അവിടുന്ന് വാപ്പ ഈ വാപ്പയുടെ ബ്രദറിനോടോ അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ ബ്രദറിനോടോ അല്ലെങ്കിൽ എളാപ്പയോടോ ആങ്ങളയോടോ ഉം, വക്കാലത്ത് കൊടുക്കുക, ഉം, നിർദ്ദേശം കൊടുക്കുക, സമ്മതം കൊടുക്കുക. ഞാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, വക്കാലത്ത് തന്നെ ഏൽപ്പിക്കലാണ്, വക്കാലത്ത് കൊടുത്തിട്ട് നിക്കാഹ് ചെയ്യിപ്പിക്കുക. ഉം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഉം. ഇത് അല്ലാത്ത പക്ഷം നമുക്ക് വാപ്പയോ ഇത്ര വലിയകളോ ഇല്ലെങ്കിൽ ആ നിക്കാഹ് ഒരിക്കലും സ്വഹിയല്ല, അങ്ങനെ നിക്കാഹ് നടത്താൻ പറ്റില്ല. അപ്പൊ ഓക്കെ. അതിന് ഏതൊരു ഖത്തീബ് ചെയ്തു തരണമെങ്കിലും അവിടെ ആ ഖത്തീബ് നോക്കൽ എന്താണ്, ആ കുട്ടിക്ക് വാപ്പ ഉണ്ടോ ചോദിക്കും. ഉം, വാപ്പ ഇല്ലെങ്കിൽ വാപ്പ ഇല്ലാത്ത മറ്റാരെ സഹോദരനോ എളാപ്പയോ ഉണ്ടോ നോക്കും. ഉം, അവരാരും ഇല്ലാത്ത ഒരാൾക്ക് ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് വാപ്പല്ല, ഉം, ബ്രദറില്ല, എളാപ്പല്ല, ആരും ഇല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് അധികാരം ഈ വലി കാളിക്കാണ്. കാളി മീൻസ് ആ ഖത്തീബ് ചെയ്തു കൊടുക്കുന്ന ആ നാട്ടിലെ കാളിക്കാണ് അധികാരം വരുന്നത്. ഓക്കെ. അപ്പോഴും ശ്രദ്ധിക്കണം, അത് ഖത്തീബിന് വന്നോളന്നില്ല കേട്ടോ. ആ നാട്ടിലെ അവരുടെ മഹലിലുള്ള, അവരെ ബൈഅത്ത് ചെയ്യപ്പെട്ട അവരുടെ മഹലിലുള്ള കാളിക്കാണ് അതിന് അധികാരം വരിക. അപ്പൊ മഹലിലുള്ള കാളി അറിയാതെ പോയി കഴിക്കുന്ന നിക്കാഹ് അങ്ങനെ ചെയ്യാൻ പാടോ? കാളിമാര് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? കാളി അറിയാതെ നിക്കാഹ് ചെയ്യാൻ പറ്റും, അതിന് പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ബാപ്പ സമ്മതം കൊടുത്തിട്ട്, ബാപ്പ ഇല്ലെങ്കിൽ ഈ പറയപ്പെട്ട അവകാശികൾ സമ്മതം കൊടുത്തിട്ട് നിക്കാഹ് ചെയ്യാം. പക്ഷെ അപ്പൊ ഇവരാരും അറിയാഞ്ഞിട്ട് എവിടെങ്കിലും പോയിട്ട് ഒരു കാളി അങ്ങനെ നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പറ്റൂല. അങ്ങനെ നിക്കാഹ് ഒരു കാളിയും അങ്ങനെ നിക്കാഹ് ചെയ്തു കൊടുക്കൂല. കാരണം എന്താണെന്ന് വെച്ചാല് ഈ പറയപ്പെട്ട മൂന്നാളുകള് ഇതിലിപ്പോ പ്രശ്നം എന്താണെന്നറിയോ? ആക്ച്വലി ഞാനിത് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള റീസൺ എന്താ അറിയോ? അത് യൂട്യൂബിനകത്ത് ഒരു കുട്ടി വന്നിട്ട് ആളുടെ ലൈഫ് സ്റ്റോറി പറയുന്നതിന്റെ കൂട്ടത്തിൽ ആള് പറഞ്ഞൊരു കാര്യം, ഞാൻ നമ്മുടെ 2 പള്ളി മഹലിലും അറിയിക്കാതെ എൻ്റെ ഫാമിലിയിലുള്ളവരത്തൊന്നും അനുവാദം ഒന്നും ചോദിക്കാതെ എവിടെയോ പോയ സമയത്ത് അവർക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തു എന്നാണ്. ഇതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് വന്നത്. അതായത് അങ്ങനെ ഒരു നിക്കാഹ് പോസിബിൾ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിക്കാഹ് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം എന്താ വെച്ചാല് നമ്മൾ 2 മഹലും അറിഞ്ഞോളണം. ഇപ്പൊ ഈ ഒരു കുട്ടിയെ കല്യാണം കഴിക്കുന്നത് 2 മഹലും അറിഞ്ഞോളണമെന്നില്ല, വാപ്പുണ്ടെങ്കിൽ. കാരണം അവിടെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ അധികാരം വാപ്പാക്ക് ഉണ്ടായത് കൊണ്ട് അത് ഏതൊരു സ്ഥാനം വെച്ചിട്ടും നിക്കാഹ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ വാപ്പയും ബ്രദറും മറ്റൊരാളും ഇല്ലെങ്കിൽ അവിടുത്തെ അധികാരം വരുന്നത് ആ മഹലിലെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കാളിക്കാണ് അധികാരം വരുന്നത്. അത് അവരുടെ മഹലിലുള്ള ആൾക്കാർക്കാണ് പറ്റുന്നത്. അതെ, അവരുടെ കാളിക്കാണ് അധികാരം വരുന്നത്. ഓരോ മഹലിലും ഓരോ ആളുകൾ ബൈഅത്ത് ചെയ്യപ്പെട്ട കാളി ഉണ്ടാകും, ആ കാളിക്കാണ് അധികാരം വരുന്നത്. അതൊരിക്കലും മറ്റേതെങ്കിലും സ്ഥലത്ത് പോയ ഖത്തീബിന് അതിന് അധികാരം വരുന്നില്ല. മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ കാളിക്കാണ് നെക്സ്റ്റ് അധികാരം പോവുക. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളെ മക്കള്, അതായത് ഇപ്പൊ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന സമയത്ത് നമ്മുടെയൊക്കെ കുട്ടികൾ ഇതേപോലെ പോവാണ്, ഏതെങ്കിലും ഒരു കാളിയുടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സമീപിച്ചുകൊണ്ട് ഒരു നിക്കാഹ് നടത്താം എന്നുള്ള രീതിയിൽ പോയി എന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ കുട്ടികളെ നമുക്ക് ഇതിൽ ഏത് രീതിയിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? അതായത് ഇവർക്ക് ലീഗലി കിട്ടേണ്ടുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവരുടെ പള്ളി, ഇപ്പൊ എൻ്റെ ആണെങ്കിൽ എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് എനിക്ക് എൻ്റെ പള്ളിയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇവരുടെ ഇത്തരത്തിലുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടുത്തെ കാളി, അതായത് വിത്തൗട്ട് എനി നോട്ടീസ്, അതായത് ഇവിടുത്തെ മഹലിനെയോ മറ്റുള്ള ഭർത്താവിന്റെ വീട്ടിലെ മഹലിനെയോ ഒന്നും അറിയിക്കാതെ അവിടെ നിന്ന് അത്തരത്തിലൊരു മാരേജ് സർട്ടിഫിക്കറ്റ് ഈ കാളിക്ക് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നിക്കാഹ് തന്നെ കാളിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളടത്ത് ഈ ഒരു ക്വസ്റ്റ്യൻകളത്ത് ഞാനത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിള്ളേർക്ക് സ്റ്റിൽ ഒരു ക്ലാരിഫിക്കേഷൻ അവിടെ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് അവിടെ ഇദ്ദേഹം നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വ്യക്തമായ ഒരു മഹലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു അധികാരത്തിലുള്ള മഹലാണെങ്കിൽ അവർക്കൊരു ലെറ്റർ ബേഡ് ഉണ്ടാവും. ഇദ്ദേഹം യഥാർത്ഥത്തിൽ അറിയുന്ന ഒരു ഖത്തീബാണ്, കാളിയാണെന്നുണ്ടെങ്കിൽ ആ മഹലിൽ അറിയുന്ന ഒരു ലെറ്റർ ബേഡ് ഉണ്ടാവും. ആ ലെറ്റർ ബേഡിൽ ഇത് കുറിക്കും. കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട പോലെ അതിന്റെ ഒരു നിയമവശം അതിൽ കിട്ടും. അപ്പൊ അത്തരത്തില് ഇവർക്ക് അങ്ങനെ അത് ഇപ്പൊ അതായത് ഇപ്പൊ ഞാൻ പത്തിരിപ്പാലയും ഹസ്ബൻഡ് പഴയലേക്കടിയും ഇവിടുത്തെ 2 ലെറ്റർ പാഡിൽ ഞങ്ങളുടെ മാരേജിന്റെ കാര്യങ്ങൾ കുറിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് മാരേജ് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ എവിടെയെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ പത്തിരിപ്പാലയിലുള്ള മഹലിലോ അതുപോലെ തന്നെ ലക്കിടിയിലുള്ള മഹലിലോ അറിയാതെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് അവർക്ക് കുറിക്കാൻ പറ്റുമോ? അത് നിങ്ങൾ അപ്പോഴും ക്വസ്റ്റ്യൻ വാലിഡ് ആണ്. നിക്കാഹ് പോസിബിൾ അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ്? ഇനി സംഭവം നിക്കാഹ് പോസിബിൾ ആയാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിക്കാഹ് പോസിബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ
നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അധികാരമുള്ളവരുണ്ടെങ്കിൽ എവിടെ വെച്ചിട്ടും നമുക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാം, അതിന് യാതൊരു പ്രശ്നമില്ല. മാരേജ് സർട്ടിഫിക്കറ്റും കിട്ടും. പക്ഷെ ഈ അധികാരം എന്ന് പറയുന്നത് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വാപ്പ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയപ്പെട്ട ആളുകള് അവകാശികള് ഇവരും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ കാളിക്കാണ് അവകാശമുള്ളത്. അപ്പൊ അതായത് അവരുടെ മഹലിലെ കാളിക്ക്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമ്മള് പുറത്തു പോകുന്ന സമയത്ത് ഒരു കാളി ഇവരുടെ മഹലിന്, ഇപ്പൊ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ കാളിമാര്, അപ്പൊ ഈ ഒരു കാളി ഇവരുടെ 2 മഹലിനെയും അറിയിക്കാൻ താല്പര്യപ്പെടാതെ അയാൾക്ക് അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ വെച്ചാല് എന്തായാലും ഒരു കാളിയും അങ്ങനെ ചെയ്തു കൊടുക്കൂല. ഇതിനെ കുറിച്ച് അറിയുന്ന ഒരു കാളിയും അങ്ങനെ ചെയ്തു കൊടുക്കൂല. ഇൻ കേസ് ഒരാൾ അങ്ങനെ ചെയ്തു കൊടുത്താൽ അവരുടെ നിക്കാഹ് വാലിഡ് ആവോ? അള്ളാന്റെ അടുത്തേക്ക് വാലിഡ് ആവോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് എവിടെയെങ്കിലും പോയിട്ട് രജിസ്റ്റർ ചെയ്തതിന് ഒരു പക്ഷേ ഏതെങ്കിലും ലെറ്റർ ബേഡിൽ കുറിച്ച് വെച്ചാൽ അത് രജിസ്ട്രേഷൻ നിയമപരമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ അള്ളാന്റെ അടുത്ത് അല്ല, ഒരിക്കലും നിക്കാഹ് സ്വഹീഹ്